വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യാപാര ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആൾറെഡി വ്യാപാര ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പഴയൊരു വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്കഷനിൽ കൊടുക്കാം. അത് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസുള്ള വീഡിയോ അത് കാണാൻ പറ്റും. സോ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. എങ്ങനെയാണ് പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ആയിരിക്കും കിട്ടുക. സോ ഹിയർ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, പാർട്ടീസ്. ഈ പാർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ പാർട്ടി ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ കാണിക്കും. ദെൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് പാർട്ടി. ആഡ് പാർട്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാർട്ടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് പാർട്ടി ഡീറ്റെയിൽസ് കൊടുക്കാം. ABC കമ്പനി LLC. സോ അവരുടെ ഫോൺ നമ്പർ കൊടുക്കാം. ഫോൺ നമ്പർ കൊടുത്തു. ദെൻ ആ കമ്പനിയുടെ TRN നമ്പർ കൊടുക്കാം. TRN നമ്പർ കൊടുത്തു. ദെൻ ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ID കൊടുത്തു. ദെൻ കമ്പനിയുടെ അഡ്രസ്സും കൂടെ മെൻഷൻ ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ബേസിക് ആയിട്ട് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് കൊടുത്തു. ദെൻ ഇനി നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഷിപ്പിംഗ് അഡ്രസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനേബിൾ ഷിപ്പിംഗ് അഡ്രസ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഷിപ്പിംഗ് അഡ്രസ് ആഡ് ചെയ്യാം. ദെൻ വീണ്ടും അഡ്രസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നോർമലി ഒരു അഡ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 2 അഡ്രസ് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ആ പാർട്ടി നമുക്ക് എന്തെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് കസ്റ്റമറിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കസ്റ്റമർ നമുക്ക് പേയ്മെന്റ് തരാനുണ്ടെങ്കിൽ ആ പേയ്മെന്റ് ഫിഗർ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. എത്രയാണ് പൈസ തരാനുള്ളത്. ദെൻ ഏത് ഡേറ്റിലാണ് അവർ തരാനുള്ളത് മെൻഷൻ ചെയ്യുന്നത്. സോ കമ്പനി ക്രിയേഷൻ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ടു പേ ടു റിസീവ് എന്നുണ്ട്. ടു റിസീവ് ആണെങ്കിൽ അത് നമ്മുടെ കസ്റ്റമർ ആണ്. ടു പേ എന്നാണെങ്കിൽ അത് നമ്മുടെ സപ്ലയർ ആണ്. ഓക്കെ, ടു റിസീവ് സെലക്ട് ചെയ്തു. ദെൻ ഇവർക്ക് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇനി ഇവർക്ക് സെയിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ ചോദിക്കുന്നത്. ഈ സെറ്റ് ചെയ്ത ലിമിറ്റിന്റെ മുകളിൽ നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇവർ അതിന്റെ പേയ്മെന്റ് തന്നാൽ മാത്രമേ ബാക്കി നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അഡീഷണൽ ഫീൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ ഫീൽഡ് പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇതല്ലാതെ നമുക്ക് അഡീഷണൽ ഫീൽഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷനാണ്. ഇത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, സോ ഞാനിവിടെ ഡിസേബിൾ ചെയ്യാം. കാരണം നമുക്ക് വേറെ അഡീഷണൽ ഫീൽഡിന്റെ ആവശ്യമില്ല. ഇത്രയും ഫീൽഡ് തന്നെ ധാരാളമാണ്. ഓക്കെ, then അതിനുശേഷം സേവ് കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഡ്ജർ സേവ് ആവും. ദാറ്റ് മീൻസ് ഈ പാർട്ടി സേവ് ആവും. ഇനി ഈ പാർട്ടി സേവ് ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് ന്യൂ എന്ന് കൊടുത്താൽ മതി. സോ സേവ് ആൻഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിട്ട് അടുത്ത പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിയെ വ്യാപാര ആപ്ലിക്കേഷനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ കമ്പനി ആഡായിട്ട് ABC കമ്പനി, ഫോൺ നമ്പർ, അഡ്രസ്, TRN നമ്പർ, ഇമെയിൽ ID, ക്രെഡിറ്റ് ലിമിറ്റ്, എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സപ്ലയറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ സെയിം ആഡ് പാർട്ടി. കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്ലയറിന്റെ പേര് ഇവിടെ കൊടുക്കുക. കമ്പനി LLC. ദെൻ അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക. ദെൻ TRN നമ്പർ മെൻഷൻ ചെയ്യുക സപ്ലയറിന്റെ. ഓക്കെ, അതിനുശേഷം ഇമെയിൽ ID കൊടുക്കുക. ദെൻ സപ്ലയറിന്റെ അഡ്രസ് നമ്മളോട് കൊടുക്കുക. അഡ്രസ് സപ്ലയർ അഡ്രസ് കൊടുത്തു. സപ്ലയറിന് ഷിപ്പിംഗ് അഡ്രസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കത് ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ഷിപ്പിംഗ് അഡ്രസ് ക്ലിക്ക് കഴിഞ്ഞാൽ ആ അഡ്രസ് ഡിസേബിൾ ആവും. ഡിസേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഷിപ്പിംഗ് അഡ്രസ് വരില്ല. ദെൻ അതിനുശേഷം ക്രെഡിറ്റ് ബാലൻസ്. ഇവിടെ നമുക്ക് സപ്ലയറിന് നമ്മൾ എത്ര പേയ്മെന്റ് കൊടുക്കാനുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ കമ്പനി സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ വരും. അതിനുശേഷം ടു പേ എന്നുള്ളത് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് സപ്ലയർ ആവുകയുള്ളൂ. ടു റിസീവ് എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് കസ്റ്റമർ ആയിരിക്കും. അവിടെ ടു പേ സെലക്ട് ചെയ്യണം. ദെൻ നമുക്ക് ഇതിലും ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. കാരണം ഈ ലിമിറ്റിന്റെ മുകളിൽ നമ്മൾ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് കഴിഞ്ഞാൽ ആ ലിമിറ്റിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സപ്ലയറിന്റെ കയ്യിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. അതിന്റെ മുകളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ബ്ലോക്ക് ആകും.
അതിനുശേഷം അഡീഷണൽ ഫീൽഡ് നമുക്ക് ഇതിനും ആഡ് ചെയ്യാം. ഇതിന് അഡീഷണൽ ഫീൽഡ് ആവശ്യമില്ല, ജസ്റ്റ് ഇത്രയും കൊടുത്തു. അതിനുശേഷം പഴയതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡാറ്റ സേവ് ആവും. എന്നിട്ട് നെക്സ്റ്റ് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, നമുക്കിനി നോക്കാം. ഇപ്പൊ 2 പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു. സോ 2 പാർട്ടി നമ്മുടെ ഡാറ്റാബേസിൽ വന്നിട്ടുണ്ട്, ABC കമ്പനി ആൻഡ് XYZ കമ്പനി. സോ ABC കമ്പനി നമുക്ക് പേയ്മെന്റ് കിട്ടാനുള്ളതാണ്. ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ വ്യൂ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ദെൻ XYZന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇവിടെ അൺപെയ്ഡ് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമറിന്റെ ആണെങ്കിലും അൺപെയ്ഡ് സ്റ്റാറ്റസ്, ബിക്കോസ് അവർ നമുക്ക് പേയ്മെന്റ് തന്നിട്ടില്ല. ഈ രീതിയിൽ നമുക്ക് പാർട്ടീനെ വ്യാപാര ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ എങ്ങനെ ഐറ്റം ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഇത് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ സെയിൽസ്, പർച്ചേസ്, ബാക്കി എൻട്രീസുകളൊക്കെ എങ്ങനെ ചെയ്യുന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനുശേഷം ഇതിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ആർക്കെങ്കിലും ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഈ ആപ്ലിക്കേഷന്റെ ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. Thanks for watching my YouTube channel. Please subscribe my channel for getting more free videos.